عين صواد وفيت حامين عين سين ضاف أميت മഹാന്മാരായ സാദാത്തുക്കൾ ഉലമാക്കൾ മുതഅല്ലിം സുഹൃത്തുക്കൾ മാന്യ സഹോദരി സഹോദരികളെ അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ ഒരു ചൂടൽ നമ്മിൽ നിന്ന് സ്വാലിഹായ അമലായി കബൂൽ ചെയ്യുമാറാകട്ടെ. ദീർഘമായി സംസാരിക്കേണ്ട സമയവും സന്ദർഭവുമല്ല. മഹാനായ സയ്യിദ് മുഹമ്മദ് ഫാറൂഖ് ബുഖാരി ഖദ്ദസല്ലാഹു സിറഹുൽ അസീസ് അവരുടെ ഒന്ന് രണ്ട് മദ്ഹ് അവരെ കുറിച്ച് ഓർമ്മപ്പെടുത്തൽ മാത്രം അത് നമ്മുടെ ജീവിതത്തിലെ ചെയ്തു പോയ തെറ്റുകൾക്ക് പരിഹാരമാണെന്നും കഫാറത്താണെന്ന് ശഫീഉനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ചതനുസരിച്ച് സ്വാലിഹീങ്ങളെ കുറിച്ച് പറയൽ, അമ്പിയാക്കളെ കുറിച്ച് പറയൽ, ഇബാദത്ത് മഹാന്മാരായ സ്വാലിഹീങ്ങളെ കുറിച്ച് പറയൽ നമുക്ക് കഫാറത്തുമാണ് എന്ന നിയത്ത് മാത്രം വെച്ചുകൊണ്ട് ഒന്ന് രണ്ട് കാര്യങ്ങൾ ഓർമ്മപ്പെടുത്തി നമുക്ക് കൂട്ടമായി ദുആ ചെയ്ത് പിരിയാം. അല്ലാഹു സ്വീകരിക്കുമാറാകട്ടെ. ഇന്ന് ബഹുമാനപ്പെട്ടവരുടെ വഫാത്തിന്റെ ദിനമാണ്. ഇന്നലെ ഒരു രാത്രിയായിരുന്നു 11 വർഷം മുമ്പ് ഒരു മണി സമയത്ത് പാതിരാവിൽ മഹാനവറുകൾ നമ്മോട് വിട ചൊല്ലിയത്. ഇതേ ദിവസം അവിടുത്തെ പ്രിയപ്പെട്ട ഉപ്പ സയ്യിദ് അഹ്മദ് അൽ ബുഖാരി, അവരുടെ ഉപ്പ സയ്യിദ് ഹാമിദ് അൽ ബുഖാരി മഹാനവറുകളും ഇന്നത്തെ ദിവസം ദിൽഹിജ 12-നാണ് അവിടുത്തെ വലിയ വഫാത്താവുന്നത്. അവരും വലിയ ആലിമീങ്ങളാണ്. പരമ്പരയെല്ലാം വലിയ ഉലമായിന്റെ പരമ്പരകളാണ്. മഹാനവറുകളുടെയും സഹോദരങ്ങളുടെയും എല്ലാം എടുത്തു നോക്കിയാൽ തന്നെ അവരെല്ലാം ആലിമീങ്ങളായതുപോലെ അവരുടെ അജിതാദുകളും വലിയ ആലിമീങ്ങളാണ്. ആ ഉപ്പാപ്പമാരിൽ പ്രധാനിയാണ് ബഹുമാനപ്പെട്ട ഷാഹുൽ ഹമീദ്, ബഹുമാനപ്പെട്ട ശൈഖുനാ മൗലാന എം.എ. ഉസ്താദിന്റെ പ്രധാന ഗുരുവര്യരാണ് ബഹുമാനപ്പെട്ട ഷാഹുൽ ഹമീദ്. സയ്യിദന്മാർ അലിമാവുക എന്ന് പറയുന്നത്, സയ്യിദന്മാർ ഇൽമിന്റെ രാജാവാകുക എന്ന് പറയുന്നത് കടലുണ്ടി തറവാട്ടിലെ ബഹുമാനപ്പെട്ട ഉപ്പയുടെ സയ്യിദവറുകളുടെ ഉമ്മയുടെ എക്കാലത്തെയും അഭിലാഷം എപ്പോഴും ഉള്ളത്. മരുമക്കളും പേരക്കുട്ടികളും ഉമ്മാമാനെ കാണാൻ ചെന്നാൽ ഉമ്മാമ പലപ്പോഴും പറയാറുള്ളത് സയ്യിദന്മാരായിട്ട് എവിടെയെങ്കിലും ഒതുങ്ങിയിരിക്കാൻ വേണ്ടിയല്ല, മക്കളെ ഇൽമു കൊണ്ട് രാജാവാകണം എന്ന എപ്പോഴുമുള്ള നസീഹത്ത്. ഏത് വെള്ളിയാഴ്ച ജുമുഅ കഴിഞ്ഞ് ഉമ്മാമാനെ കടലുണ്ടി തറവാട്ടിൽ കാണാൻ പോയാലും അതിങ്ങനെ പറയും. അതിന്റെ ഒരു മഹത്വമാണ് ഇന്ന് ഇവിടെ കാണുന്നത്. സയ്യിദന്മാർ വലിയ മഹത്വമുള്ളവരാണ്. അവർ ആലിമും കൂടെ ആകുമ്പോൾ അതിന്റെ മഹത്വം പിന്നെ പറയാനില്ല. അതുകൊണ്ട് മഹാനവറുകൾ പഠിക്കുന്ന കാലം മുതൽക്ക് തന്നെ മുതഅല്ലിമീങ്ങൾക്ക് ഒന്ന് നന്നായി മനസ്സിലാക്കാൻ വേണ്ടി ഞാൻ ഓർമ്മപ്പെടുത്തുകയാണ്. പലപ്പോഴും പല വർഷങ്ങളിലായി ഞാനിവിടെ സംസാരിക്കാറുമുണ്ട്. നന്നായി കഠിനാധ്വാനം ചെയ്ത് ആലിമാവണം എന്ന നിലക്കുള്ള ഓക്കെല്ലാം ഓതി ഒരു തങ്ങളായി പകുതി ഇൽമും പകുതി എവിടെയെങ്കിലും ഇരുന്നുകൊണ്ടുള്ള ഒപ്പിക്കൽ പരിപാടിക്കല്ല മഹാനവറുകൾ ഓതിപ്പിടിച്ചു. ജംഉൽ ജമാഅ എന്ന് പറയുന്ന കിതാബ് മുതഅല്ലിമീങ്ങൾക്ക് നല്ല പരിചയമുണ്ട്. കാശ് കൊടുത്ത് വാങ്ങാൻ ദാരിദ്ര്യമുള്ള ആ കാലഘട്ടത്തിൽ ഉസ്താദിന്റെ ജന്മെടുത്തുകൊണ്ട് മുഴുവനും ഒരു മുള കീറിയിട്ട് പേനയായി മഷിയിൽ കുത്തി മുഴുവൻ എഴുതി തീർത്ത് ഒരു നന്നായി ചട്ട വെച്ച് കിതാബിന്റെ രൂപത്തിലാക്കിയതിന് ശേഷമാണ് ആ കിതാബ് വെച്ചിട്ട് ജന്മോദിയത്. ഒന്ന് രണ്ട് പേജെങ്കിലും ഹദീസ് ഓതിയിട്ട് നമുക്ക് കൈകൊണ്ട് എഴുതിയിട്ട് അങ്ങനെ ഓതാൻ പറ്റുമോ? ഇല്ല. ഒക്കെ മൊബൈലിലും കിതാബുകളിലൊക്കെ നമുക്ക് എവിടെ നോക്കിയാലും നെറ്റിൽ എടുക്കാൻ പറ്റും. അങ്ങനെ മുഴുവനും ജന്മം എഴുതിയിട്ടാണ് മഹാനവറുകൾ ബോധ്യപ്പെടുത്തി. ഞാൻ ആ ഭാഗത്ത് വിശദീകരിക്കുക. മഹാനവറുകളെ ഒരു പൊരുത്തം ആഗ്രഹിച്ചുകൊണ്ട് അവിടുത്തെ വഫാത്തിന്റെ സമയത്ത് ഒരു ലഹദ അവിടുത്തെ മുവാജഹത്ത് കിട്ടണമെന്ന് ആഗ്രഹിച്ചു. ഞാൻ ഇന്നലെ രാത്രി ഈ ഹദറത്തിൽ വന്നതായിരുന്നു. ഇതൊന്നും എന്റെ ഉദ്ദേശമല്ല, ജനാൽദങ്ങൾ എന്നെ കുറിച്ച് കിട്ടതാണ്. ഇവിടെ പ്രസംഗിക്കലോ ദ്വാരക്കലോ നിയ്യത്തേ അല്ല. അവിടുത്തെ ഒരു മുവാജഹത്തുൽ ശരീഫ കിട്ടണം. ആ വഫാത്തിന്റെ സമയത്തൊന്ന്
അവിടുത്തെ ഒരു അറൂസായി വരുന്ന ഏറ്റവും വലിയ മുഹൂർത്തം എനിക്ക് കിട്ടണമെന്ന് ആഗ്രഹിച്ച് കുടുംബസമേതം ഈ ഹദറത്തിൽ വന്നതാണ്. നേരത്തെ നമ്മളെ തങ്ങൾ പറഞ്ഞതുപോലെ നീയത്തിൽ വലിയ പ്രാധാന്യമുള്ള ഒരു മുഅ്മിനായ മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അല്ലാഹുവിലേക്ക് ഏറ്റവും വലിയ തവക്കുൽ കൊണ്ട് രക്ഷപ്പെട്ട ഏറ്റവും വലിയ പ്രവാചകൻ പ്രധാനിയാണ് ഖലീലുല്ലാഹി ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം. ഒരു മനുഷ്യന് വേണ്ടത് കൃത്യമായ തവക്കുലും കൃത്യമായ കാമിലായ ഈമാനും നിയ്യത്തും. അതുണ്ടെങ്കിൽ എവിടെയും വിജയിക്കാം. തവക്കുലില്ലേ വിജയിക്കാൻ പ്രയാസമാണ്. നല്ല നിയ്യത്തില്ലേ വിജയിക്കാൻ പ്രയാസമാണ്. നല്ല ഈമാനില്ലേ വിജയിക്കാൻ പ്രയാസമാണ്. ഒപ്പിക്കാൻ പലതും കഴിയും. ഇവിടെയാണ് മഹാനവരുടെ വിജയം. ഈ മദ്ഹറിലേക്ക് ചാരിയത്തിന് പുറപ്പെട്ടാൽ പബ്ലിക്കായി കേൾക്കാൻ കഴിയും. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഞാൻ എന്റെ വീട്ടിൽ നിന്ന് പുറപ്പെട്ട് നമ്മുടെ പെരുമ്പമറാജിന്റെ അടുത്ത് കയറിയിട്ടാണ് വരാറുള്ളത്. അപ്പൊ തന്നെ നിയ്യത്തോകും ഞാൻ എന്റെ മദ്ഹർ എന്റെ വിദ്യാർത്ഥികൾ അവരുടെ കൂടെ ഇൽമുമായി ബന്ധപ്പെട്ട് ദീനിനെ ഹിഫ്ള് ചെയ്യാൻ ഞാൻ ഇറങ്ങി. ആരപ്പ് ഈ കാലഘട്ടത്തിലൊക്കെ അങ്ങനെ പറയുന്നത്. എനിക്ക് സംസാരിക്കുന്നതിന് സമയത്തിന്റെ പരിധി കാരണം ഞാനിപ്പോ ഒന്നും പറയുന്നില്ല. ഓർമ്മപ്പെടുത്താൻ നമ്മളൊന്ന് മനസ്സിലാക്കാൻ വേണ്ടി ആരാണ് ഈ കിടക്കുന്നത്, അവർക്ക് എന്തും മഹത്വമാണുള്ളത്. ഇങ്ങനെയൊക്കെ ജനങ്ങൾ കൂടിയിട്ട് മഹാനവരുകളെ ഓർമ്മിക്കാൻ മാത്രം വല്ലതും ചെയ്തിട്ടുണ്ടോ എന്നും മനസ്സിലാക്കാൻ വേണ്ടി ഞാൻ പറയാം. ഇവിടുന്ന് തിരിച്ചു പോകുമ്പോ ഒരു പരിധി കഴിഞ്ഞാൽ നീയത്തോക്കും ഞാനും എന്റെ ഭാര്യ, മക്കള്, പേരക്കുട്ടികൾ, കുടുംബം അവരോടൊന്നിച്ച് സന്തോഷത്തോടെ ജീവിക്കാൻ നീയത്താക്കി ഇറങ്ങി. ആരെങ്കിലും മൈലന്മാർ ഈ ശാസ്ത്രം പറയട്ടെ ഉസ്താദെ, ഞാനതുപോലെ ചെയ്യാറുണ്ട്. ഏതെങ്കിലും ഒരാൾ അല്ലാതെ ഞാനും ചെല്ലാറുണ്ട്. അറിയാൻ ചെയ്യാറുണ്ട്. ഇങ്ങനെ കൃത്യമായി എല്ലാ വിഷയങ്ങളിലും നീയത്തിന് പ്രാമുഖ്യം കൊടുത്തുകൊണ്ട് ഓരോ വിഷയങ്ങളും ചെയ്യുന്നത് എണ്ണി എണ്ണി പറയാൻ എനിക്ക് എന്റെ വിവാഹത്തിന് ശേഷമുള്ള ബഹുമാനപ്പെട്ടവരോടുള്ള സുഹൃത്ത് കൊണ്ട് എനിക്ക് പറയാൻ കഴിയും. അല്ലാഹു ഇതൊക്കെ കേൾക്കുന്നവരാണ്. അല്ലാഹു ദർജ വർദ്ധിപ്പിച്ചു കൊടുക്കട്ടെ. ഇതൊക്കെ കൃത്യമായി കേൾക്കുന്നവരാണ് സ്വാലിഹീങ്ങളെന്ന് വിശുദ്ധ ഖുർആനിന്റെ നമ്മൾ പഠിച്ച ആൾക്കാരാണ്. ഞാൻ ഒരു ദിവസം ചാരിയത്തെ വിട്ടുന്ന് ഇപ്പൊ എന്റെ കൂടെ ഒരു അത്യാവശ്യ പരിപാടിക്ക് പോകാനുണ്ട്. അപ്പൊ ഞാൻ പറഞ്ഞു എനിക്ക് ഒഴിവാക്കാൻ പറ്റാത്തൊരു കല്യാണം ഉണ്ട്, അതിന് പോയില്ലെങ്കിൽ മോശമായിരിക്കും. മൂപ്പര് ആ വീട്ടുകാരൻ എന്തെങ്കിലും കരുതോ, ഞാൻ പോയി വന്നാലോ. അപ്പൊ തന്നെ എന്നെ തിരുത്തി എന്നോട് പറഞ്ഞു, നിങ്ങൾ അദ്ദേഹത്തിന് എന്തെങ്കിലും വിചാരിക്കോ, മൂപ്പർ എന്തെങ്കിലും കരുതോ എന്ന് കരുതിട്ട് പോവണ്ട. കാരണം നിങ്ങളെ സമയം ചെലവഴിച്ചല്ലേ പോകുന്നത്. നിങ്ങൾ പോയി തിരിച്ചു വരുന്നവരെ നിങ്ങളെ ക്യാഷ് കൊടുത്ത് പൈസ ചെലവാക്കിയിട്ടല്ലേ നിങ്ങൾ പോയി വരുന്നത്. അതൊക്കെ റബ്ബിന്റെ ഇബാദത്താവണ്ടേ. അപ്പൊ മൂപ്പർ എന്തെങ്കിലും കരുതോ, വീട്ടുകാരെന്തെങ്കിലും കരുതോ എന്ന് വരുന്നത്. ഇപ്പൊ തന്നെ നിയ്യത്ത് മാറ്റണം. അദ്ദേഹത്തിന്റെ മകളെ കല്യാണത്തിന് ഞാൻ പോകാൻ ഇറങ്ങി എന്ന് എന്നെ കൊണ്ട് നിയ്യത്ത് മാറ്റി വെച്ചിട്ടാണ് പറയുന്നത്. നമ്മൾ സാധാരണ പറയുന്ന വർത്താനം ഉസ്താദ് എന്തെങ്കിലും സാലി ഉസ്താദ് എല്ലാ മക്കളെ കല്യാണത്തിനും കുറെ മക്കളെ കല്യാണത്തിലേക്ക് പോകാൻ പറ്റില്ല, ഉസ്താദ് കരുതോ പഠിച്ചോനെ എന്ന് സാധാരണയായിട്ട് നമ്മൾ മനസ്സിൽ വിചാരിക്കാറുണ്ട്. അതുപോലും വേണ്ട. കല്യാണത്തിന് പോകുന്നതും നിങ്ങൾ അവിടെ പങ്കെടുക്കുന്നതും എന്റെ കൂടെ പോകുന്നത് നമുക്ക് വലിയ തീരുമാനിക്കുക. ആ നീയത്ത് മാറ്റണം. മൂപ്പർ എന്തെങ്കിലും കരുതോ എന്ന് വേണ്ട. ഇറങ്ങിക്കോ എന്ന് പറഞ്ഞ് നീയത്തിരിക്കും മാറ്റി വെച്ച് ഈ കാലഘട്ടത്തിൽ ഇങ്ങനെ കൃത്യമായ തവക്കുലും നീയത്തും ഈമാനും ഒരുമിച്ച് കൂട്ടിയ ആള് വേറെ ആരാളുണ്ട്? അത്ര കണിശമായ ജീവിതത്തിൽ കൃത്യമായ ശൈലി നമുക്ക് വരച്ചു കാണിച്ചു തന്ന മഹാനുഭാവൻ അല്ലാഹു അവിടുത്തെ ദർജ വർദ്ധിപ്പിച്ചു കൊടുക്കുമാറാവട്ടെ. സുഹൃത്തുക്കളെ, ഞാൻ ഓർമ്മപ്പെടുത്തട്ടെ, എല്ലാം നേരത്തെ മനസ്സിലാക്കി വെച്ച് ഇവിടെ മദ്ഹർ തുടങ്ങുകയാണെങ്കിൽ, ദർസ് നടത്തുകയാണെങ്കിൽ, ഏത് കാര്യം ചെയ്യുകയാണെങ്കിലും കുടുംബത്തിൽ നിന്ന് ആരെങ്കിലും വീടെടുക്കാൻ തുടങ്ങിയ അപ്പൊ തന്നെ അവരെ വിളിച്ചിട്ട് പറയും, തറ ഞാൻ കെട്ടിത്തരും. അപ്പൊ ഒരിക്കൽ ഞാൻ ചോദിച്ചു, അങ്ങനെ ഉപ്പ പ്രത്യേകത്തെ ഏറ്റെടുക്കാൻ കാരണം എന്താണ്? അപ്പൊ എന്നോട് പറഞ്ഞു, വീടിന്റെ എല്ലാ ഭാഗങ്ങളും ഒളിച്ചാലും കൂട്ടി എടുത്താലും തറയിൽ ആ വീടുള്ള കാലത്തോളം ആ വീട്ടുകാർ നിസ്കരിക്കുമ്പോ സുജൂദ് ചെയ്യല്ലോ, അതിന്റെ പ്രതിഫലം എനിക്ക് കബറിൽ കിട്ടുമല്ലോ. അത് എപ്പോഴും പൊളിക്കാതെ കാത്തു സൂക്ഷിക്കാനല്ലേ പതിവ്. അതുകൊണ്ട് അതിന് ചെലവാക്കിയാൽ മുതലാണ് എന്ന് പറഞ്ഞ് അങ്ങോട്ട് ഏറ്റെടുക്കുന്ന സ്വഭാവമുണ്ട്. ഇവിടെ പല മര്യാമാരും വന്നപ്പോ കൊടുത്തത് ധാരാളം എനിക്ക് എന്റെ അനുഭവത്തിൽ പറയാനുണ്ട്. സാധുക്കളായ മുരിയമാർ
മൊയ്ലിയാമാർ വന്നപ്പോ തുടങ്ങണം എന്ന് പറഞ്ഞിട്ട് അഡ്വാൻസ് വലിയ കാശ് കൊടുത്തത് എന്റെ ലൈഫിൽ എനിക്ക് അനുഭവമുണ്ട്. ഞാനൊക്കെ പലപ്പോഴും പറഞ്ഞിട്ടുണ്ട്. കൊടുക്കുന്നതിൽ വലിയ മഹത്വമുള്ള മഹാന്മാരെ കാണിച്ച ജോത് അല്ലെങ്കിൽ നന്നായി കൊടുക്കുന്ന വിഷയത്തിൽ നല്ല പോലെ കുടുംബത്തെയും മക്കളെയും താലിമികളെയും പാവപ്പെട്ടവരെയും സഹായിക്കാൻ അത്ര വലിയ മനസ്സുള്ള ആൾ ഏത് വിഷയത്തിൽ അങ്ങനെ തന്നെയാണ്. അവരെല്ലാം നേരത്തെ ഒരുങ്ങി വെച്ച് എല്ലാം കൃത്യമായി അതിന്റെ എല്ലാ സംഭവങ്ങളും നമുക്കറിയാം സുഹൃത്തുക്കളെ. എന്നാലും ഞാൻ ഓർമ്മപ്പെടുത്തുന്നത് ആ ഹോസ്പിറ്റലിൽ കഴിയുന്ന സമയത്ത് ബഹുമാനപ്പെട്ട ശിഷ്യനായ വരെ ഉപ്പന്റെ അടുത്ത് തോന്നി പഠിച്ച നല്ല ആലിമാണ് ബഹുമാനപ്പെട്ട കടലുണ്ടി ഹംസപ്പോയ ബാപ്പ ഉസ്താദ്. അള്ളാഹു ഉസ്താദിൽ നല്ല ആഫിയത്ത് ദീർഘായുസ്സും കൊടുക്കട്ടെ. ബാക്കി ആത്തിൽ എന്റെ ഓർമ്മ ശരിയാണെങ്കിൽ റാങ്ക് വാങ്ങിയ ഹോൾഡേഴ്സ് റാങ്ക് ഹോൾഡർ ബഹുമാനപ്പെട്ട ഉസ്താദ് ഹംസപ്പോയ ബാപ്പ ഉസ്താദിനെ കുറിച്ചിട്ട് പറഞ്ഞു എന്ന് പറയുന്ന എന്റെ ശൈഖ് തങ്ങൾ എനിക്ക് തന്ന ഒരു കിതാബ് ഉണ്ടല്ലോ, ഔറാദിന്റെ കിതാബ്, അത് ഉടനെ എനിക്ക് കൊടുത്തയക്കണം. അപ്പൊ ഹംസക്കോയ സാധിച്ചു ഇപ്പൊ എന്തിനാണ് ഉസ്താദെ അത് സക്കറാത്തിന്റെ സമയം വഫാത്തിന്റെ സമയം അടുത്താൽ അതുകൊണ്ട് ശുഭലാകണം, അതിലുള്ള ദിക്റുകൾ ചൊല്ലണമെന്ന് എനിക്ക് എന്റെ ശൈഖിന്റെ വസിയത്താണ്. ഹംസക്കോയെ ഞാൻ ഒരുങ്ങി എന്റെ ബസ്സിന്റെ സീറ്റ് ഉറപ്പിച്ചു, ഞാനെല്ലാം റെഡി ആയിരിക്കുകയാണെന്ന് പറഞ്ഞ് ആ കിതാബ് വാങ്ങിച്ചതിന്റെ ഔറാദുകൾ തുടങ്ങി. ആ ഔറാദിന്റെ കിതാബ് വഫാത്തിന്റെ ദിവസം തലാനയുടെ അടുത്തുണ്ട്. ഞാൻ ആ കിതാബ് എടുത്ത് അവിടുന്ന് ബാഗിലേക്ക് എല്ലാം ഹോസ്പിറ്റലിൽ മാറ്റി വെച്ചിട്ടുണ്ട്. എന്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, എല്ലാ ഒരുക്കങ്ങളും നടത്തി വഫാത്തിന്റെ 2 ദിവസം മുമ്പ് പെരുന്നാളിന്റെ തലേ ദിവസം ഞാൻ എന്റെ മൂത്ത മകളെ കൂട്ടി ചാരിയത്തിന് കണ്ണൂരേക്ക് പെരുന്നാൾക്ക് കൂടാൻ വേണ്ടി വരികയാണ്. വരുന്ന സമയത്ത് ഞാൻ ഹോസ്പിറ്റലിൽ കയറി ഒന്ന് ഉപ്പനെ കണ്ടു പോകാമെന്ന് കരുതി അവിടെ മോളെ കൂട്ടി വന്നപ്പോ ഉപ്പാക്ക് വലിയ സന്തോഷമായി. പക്ഷെ എന്നോട് വല്ലാതെ ഒരു പ്രയാസം പറഞ്ഞു. ആ സമയത്ത് എന്നോട് വല്ലാത്ത പ്രയാസം എന്ന് പറഞ്ഞാൽ ശരിക്കും അത് പ്രയാസമല്ല, പക്ഷേ എന്നോട് പറഞ്ഞു ഒരു ഗ്ലാസ് വെള്ളം തരും. ഒരു ഗ്ലാസ് വെള്ളം വേണ്ട, ഒരു സ്പൂണ് വെള്ളം തരും. എന്റെ ഭാര്യയൊക്കെ നിങ്ങൾക്ക് തരുന്നില്ല. ഭാര്യ മക്കളെ കുറ്റപ്പെടുത്തിയതല്ല, കാരണം ഡോക്ടർക്ക് ഒരു ദിവസം ഇത്രേ വെള്ളം കുടിക്കാൻ പറ്റുമെന്നൊരു അളവുണ്ട്. ആ അളവിനനുസരിച്ച് ഉപ്പന്റെ ആഫിയത്ത് കണക്കിലെടുത്തുകൊണ്ടാണ് കുടുംബം വെള്ളം കൊടുത്തുകൊണ്ടിരിക്കുന്നത്. പക്ഷേ അവിടത്തേക്ക് ദാഹം വന്ന് ചോദിച്ചപ്പോ നിങ്ങളെ ഒരു സ്പൂണ് വെള്ളം കുടി തരുമോ എന്ന് പറഞ്ഞപ്പോ ഞാൻ ഉമ്മയോട് സമ്മതം ചോദിച്ചു കുറച്ച് വെള്ളം ഒരളവിലെടുത്ത് കൊടുത്തു. ഞാൻ സന്തോഷത്തോടെ സംസാരിച്ച് ദുആ ചെയ്യിപ്പിച്ച് അവിടുന്ന് പിരിയുമ്പോ ഉമ്മ എന്നോട് പറഞ്ഞു നിങ്ങൾ നല്ല ദ്വാരക്ക് പെട്ടെന്ന് ശരിയായി പോകാൻ വേണ്ടി. അപ്പം ബഹുമാനപ്പെട്ട എന്നോട് പറഞ്ഞു ഒരു വാക്കിന് എന്റെ ആഫിയത്തിന് വേണ്ടി നിങ്ങൾ ദുആ ചെയ്യണ്ട, എന്റെ ദീർഘായുസ്സിന് വേണ്ടി നിങ്ങൾ ദുആ ചെയ്യണ്ട, നിങ്ങൾ എന്റെ ആദ്യത്ത് നന്നാകാൻ ദുആ ചെയ്താൽ മതി. ഞാനെല്ലാം ഒരുങ്ങിയിരിക്കുകയാണെന്ന് വഫാത്തിന്റെ 2 ദിവസം മുമ്പ് ഞാൻ എന്റെ മകളെ കയ്യും പിടിച്ച് നിറകണ്ണുകളോടെയാണ് ആ ഹോസ്പിറ്റലിൽ ഇറങ്ങിയത്. അറഫയുടെ ദിവസം കണ്ണൂർ വന്നു. പിറ്റേന്ന് പെരുന്നാൾ കഴിഞ്ഞു. അതിന്റെ പിറ്റേന്ന് കാണാൻ വേണ്ടി കോഴിക്കോട് പോകുമ്പോഴാണ് ആ വഫാത്ത് നടക്കുന്ന സമയത്ത് പ്രിയപ്പെട്ട എന്റെ അനുജൻ മുടിയാമ്പോള ഈ സ്ഥാപനത്തിന് ജനറൽ സെക്രട്ടറി എല്ലാം മേൽക്കോടതി നടത്തുന്ന മുദരിസും ആലിമുമായ എന്റെ പ്രിയപ്പെട്ട ജലാൽ തങ്ങള് അവിടെയുണ്ട്, അവരുടെ കുടുംബം അവിടെയുണ്ട്. ആ വഫാത്ത് നടക്കുന്നതിന് മുമ്പ് അതുവരെയും ഷഹീർ തങ്ങളും എന്റെ വൈഫും അവിടെ നിന്ന് ഹിദമത്തെടുത്ത് ജസ്റ്റ് ചാലിയത്തേക്ക് പോയതായിരുന്നു. പെട്ടെന്ന് വരണം എന്ന് പറഞ്ഞപ്പോ അവരും പുറപ്പെട്ടു. ഞാനാണെങ്കിൽ എന്തോ ഒരു പന്തികേട് തോന്നിയിട്ട് ഞാൻ എന്റെ മകളെയും കൂട്ടി ഞാനും ഇവിടെ അങ്ങോട്ട് വിട്ടു, കോഴിക്കോടേക്ക് വിട്ടു. ഇവിടെ മനസ്സിലാക്കേണ്ടത് വഫാത്തിന്റെ 1 മണിക്കൂർ മുമ്പ് ബഹുമാനപ്പെട്ട സയ്യിദ് മുഹമ്മദ് ഫാറൂഖ് ബുഖാരി തങ്ങൾ ജലാൽ തങ്ങൾ അവരെ ഭാര്യ അവരെ മകള് പ്രിയപ്പെട്ട ഉമ്മ എല്ലാവരെയും വിളിച്ചിരുത്തിയിട്ട് ഉപ്പയുടെ ഗംഭീരമായ നസീഹത്താണ്. എന്താണ് നസീഹത്ത് ചെയ്യുന്നത്? നിങ്ങൾ എല്ലാവരോടും എനിക്കൊന്നും പറയാനേ ഉള്ളൂ. അല്ലാഹുവിന്റെ ഖദാഇൽ വല്ലതും ഇവിടെ നിശ്ചയിക്കുന്നത് നടക്കുകയാണെങ്കിൽ അല്ലാഹുവിന്റെ അശുദ്ധമായ ഖുർആനിലെ ആയത്ത് നിങ്ങൾ കൈവിടരുത്. ഇന്നമാ യുവഫ്ഫിറൂന അജ്റഹും ബിഗൈരി ഹിസാബ്. അല്ലാഹുവിന്റെ ഖദാഇൽ വല്ലതും ഇവിടെ സംഭവിച്ചാൽ ഒട്ടിക്കരയാൻ നിൽക്കണ്ട, വേവലാതിപ്പെടാൻ നിൽക്കണ്ട. അല്ലാഹുവിന്റെ വധിയിൽ നിങ്ങൾ കൃത്യമായി ക്ഷമിച്ചാൽ അജ്റഹും ബിഗൈരി ഹിസാബ്, എണ്ണമറ്റ പ്രതിഫലം നിങ്ങൾക്ക് റബ്ബ് തരും. നിങ്ങളത് ക്ഷമിച്ചു കൊള്ളണമെന്ന് വഫാത്തിന്റെ 1 മണിക്കൂർ മുമ്പ് ഈ പ്രിയപ്പെട്ട തങ്ങൾക്കും കുടുംബത്തിലും
അവിടുത്തെ ശിഷ്യനും വസിയ്യത്ത് ചെയ്തുകൊണ്ട് ഉറക്കെ മതിൽക്കെട്ടുകൾ ഭേദിക്കും വിധം ആ ഹോസ്പിറ്റലിന്റെ ചുമരുകൾ ഭേദിക്കും വിധം ദിക്റ് ചെല്ലുന്നത് കേൾക്കും അപ്പുറത്ത് റോഡിൽ വരെ. അങ്ങനെ ഉറക്കെ ദിക്റ് ചൊല്ലിക്കൊണ്ടാണ് ആ രാത്രി മഹാനവറുകൾ ഈ ലോകത്തോട് കൂടെ പറഞ്ഞത്. നമുക്കാർക്കെങ്കിലും കഴിയും? ചരിത്രത്തിൽ ഈ അടുത്ത കാലത്ത് അങ്ങനെ കേട്ടിട്ടുള്ളൂ. സ്വന്തം കുടുംബത്തെ വഫാത്തിന് മുൻപ് സമാധാനിപ്പിച്ചിട്ട് വഫാത്തിന് ശേഷം കുടുംബങ്ങൾ വന്ന് ആ അഹിലിന് സമാധാനിപ്പിക്കാൻ പെടുന്ന പാട് വലിയ പാടാണ്. വഫാത്തിന് മുമ്പ് മഹാനവറുകൾ സമാധാനിപ്പിച്ചിട്ടാണ് ഈ ലോകത്തോട് വിട പറയുന്നത്. അല്ലാഹു അവിടുത്തെ ദറജ വർദ്ധിപ്പിച്ചു കൊടുക്കുമാറാവട്ടെ. എന്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, വലിയ മഹത്വമുള്ള ബഹുമാനപ്പെട്ടവർ ഹയാത്ത് കാലത്ത് പറഞ്ഞിരുന്നു, ഞാൻ വഫാത്തായാൽ എനിക്കൊരാഗ്രഹമുണ്ട്. ധാരാളം വസിയത്തുകളുണ്ട്, പറയാൻ സമയമുള്ളപ്പോൾ നമുക്ക് പറയാം. എന്നെ നിങ്ങൾ ഖബറിലേക്ക് വെക്കുമ്പോ ആ ഖബറിൽ മലായിക്കത്തുകൾ വന്നാൽ എനിക്ക് ഡയറക്റ്റ് അവരോട് സംവദിക്കാൻ പ്രയാസമുണ്ട്. അതുകൊണ്ട് ഞാൻ നിങ്ങളോട് വസിയത്ത് ചെയ്യുന്നത് തങ്ങളുടെ ശറർ മുബാറക്ക് ഞാൻ എന്റെ അടുത്ത് സൂക്ഷിച്ചു വെച്ചിട്ടുണ്ട്. ആ ശറർ മുബാറക്ക് എന്റെ നാവിന്റെ അടിയിൽ എനിക്ക് വെച്ച് തരണം. ഒരു നിലക്കുള്ള പതറലുമില്ലാതെ മലായിക്കത്തോട് ചോദിക്കുമ്പോ ഉത്തരവിന്റെ സഹായമില്ലാതെ എനിക്ക് മറുപടി പറയാൻ കഴിയില്ല എന്ന് വസിയത്ത് മഹാനവറുകൾ ചെയ്തിരുന്നു. ബഹുമാനപ്പെട്ട അനസ് ബിൻ മാലിക് റളിയല്ലാഹു അൻഹു പറഞ്ഞിരുന്നു, എന്റെ ഷെൽഫിൽ ഒരു അത്തറുണ്ട് മോളെ, ഭാര്യയോട് ചെയ്ത വസിയത്ത്, എന്റെ ജനാസക്ക് അത്തർ കേട്ട് തരണം. ഭാര്യ ചോദിച്ചു, അങ്ങനെ ഒരു സുഗന്ധം ഇവിടെ കണ്ടിട്ടില്ലല്ലോ. ഞാൻ പുന്നാര റസൂലുള്ളാഹി തങ്ങളുടെ പിറകെ ആ 10 വർഷവും ഹിദമത്തായി നടന്നപ്പോ അവിടുത്തെ ശരീരത്തിൽ നിന്ന് ഒലിച്ചെറങ്ങുന്ന വിയർപ്പ് തുടച്ചിടാൻ ഒരു കുപ്പിയിലാക്കിയിട്ടുണ്ട്. ആ വിയർപ്പ് മുഴുവനും എന്റെ ശരീരത്തിൽ എന്റെ കഫം മുടക്കും വരട്ടി തന്നാൽ എനിക്കൊരെളുപ്പം ഖബറിൽ മലായിക്കത്തുകൾ ചെയ്തു. കാരണം അത് വല്ലാത്തൊരു സമാധാനമായിട്ടു എന്ന് അനസ് ബിൻ മാലിക് തങ്ങൾ പറഞ്ഞതുപോലെ ഉപ്പള ടൗണിലെത്തിയപ്പോ ആംബുലൻസ് സൈഡാക്കി അവിടുത്തെ ഷറഫാക്കപ്പെട്ട ഞങ്ങൾ ആശ്രമ മുബാറക്ക് അവിടുത്തെ നാവിന്റെ അടിയിൽ വെച്ചുകൊണ്ടാണ് ഈ മുബാറക്കായ സ്ഥലം മുബാറക്കുകൾ കിടന്നുറങ്ങുന്നത്. ജീവിതത്തിൽ അങ്ങേയറ്റം അല്ലാഹുവിനെ പഠിക്കുകയും തഖ്വയിൽ അധിഷ്ഠിതമായി ജീവിക്കുകയും അല്ലാഹുവിന്റെ പൊരുത്തത്തിലായി ജീവിച്ച് ഈ ലോകത്തോട് വിടർന്നു പോയ മഹാനവറുകൾ അവരോടൊന്നിച്ച് അല്ലാഹു നമുക്ക് സ്വർഗം നൽകുമാറാവട്ടെ. അവിടുന്ന് ആഗ്രഹിച്ചതുപോലെ ദറജ അല്ലാഹു കൊടുക്കുമാറാവട്ടെ. ഹയാത്ത് കാലത്ത് ഒരുപാട് സാധാരണക്കാർക്ക് എല്ലാവർക്കും ഒരുപോലെ സമാധാനത്തിന് വകയുള്ള നേതാവാണ്. ദമാമിൽ വെച്ച് പോകാൻ വെച്ചുകൊണ്ട് അബ്ദുറഹ്മാൻ അതുപോലെ നമ്മുടെ ഖാസിം എന്ന് പറയുന്നത് നമ്മുടെ കൂട്ടുകാരൻ അവർ ഉപ്പുണ്ട്. ഒരു പക്ഷേ ഇവിടെ അവരോട് പറഞ്ഞു, ഞാൻ പോവാണ് മോനെ, നാട്ടിൽ പോയാൽ ഇനി എന്നോട് തിരിച്ചു വരില്ല. ഈ വർഷത്തോടു കൂടി എന്നെ എല്ലാം കഴിഞ്ഞു. പക്ഷേ ഞാൻ മരിച്ചാലും നിങ്ങൾ എന്റെ കബറും പുറത്തു വരണം. എന്നിട്ട് നിങ്ങളുടെ ഹയാത്ത് കാലത്ത് എന്നോട് പറയുന്നത് പോലെ നിങ്ങളുടെ സങ്കടങ്ങൾ എന്റെ കബറും പുറത്തു വന്ന് പറയണം. ഞാനത് കേൾക്കും. അതിനൊക്കെ പരിഹാരം നിങ്ങൾക്ക് തരുമെന്ന് ആ കുട്ടികളോട് പറഞ്ഞത് ഞാനൊന്ന് ഓർക്കുകയാണ്. അത് മഹാന്മാരായ ജമാഅത്തിന്റെ ഉലമാക്കൾ നമുക്ക് പഠിപ്പിച്ച ഏറ്റവും വലിയ സന്ദേശവും അത് തന്നെയാണ്. ഈ ഹദറത്തിൽ വന്നു പറയുമ്പോൾ അത് കേൾക്കാനും അതിന് എല്ലാ ജവാബ് തരാനും സമാധാനം കിട്ടാനും കിട്ടിയ അനുഭവങ്ങളും ധാരാളം നമുക്കുണ്ട്. അല്ലാഹു ദർജ വർദ്ധിപ്പിച്ചു കൊടുക്കട്ടെ. ഏത് സമയത്തും ഇൽമുമായി ബന്ധപ്പെടുന്ന ഒരു സംഭവം, ഭക്ഷണം കഴിക്കുകയാണെങ്കിൽ യാത്ര ചെയ്യുകയാണെങ്കിൽ വീട്ടിൽ ചെന്നാൽ അടിച്ചു പൊളിക്കുന്ന സമയത്ത് അടിച്ചു പൊളിക്കും. ചില സമയത്ത് എടുത്തിട്ട് എല്ലാവരോടും നിച്ചെന്ന് വരാൻ പറയും. ഒന്ന് ദർസ് എടുത്തു, നമ്മളൊക്കെ ചെയ്യാറുണ്ടോ? ഒന്ന് പത്തിന്താവടുത്തുകൊണ്ടുവരും ദർസ് എടുത്തു, എഹ്യ കൊണ്ടുവരും ദർസ് എടുത്തു. ഏത് സമയത്തും ഇൽമുമായി ബന്ധപ്പെട്ട സംഭവങ്ങൾ നടക്കും. ഒരു ദിവസം ഭക്ഷണം കഴിക്കുമ്പോ എനിക്ക് മോതിരത്തെ കുറിച്ച് വല്ല ഒരു ഐഡിയ ഒന്നുമില്ല. ഞങ്ങൾ ആ ഒരു ചെറുപ്പത്തിന്റെ സമയമാണ്. ഭക്ഷണം കഴിക്കുമ്പോൾ എന്നോട് പറഞ്ഞു, ഇമാം മുസ്ലിം റളിയല്ലാഹു അൻഹുവിന്റെ ഹദീസ് കൊണ്ട് ഇമാം മുഗ്നിക്ക് ഒരു ഇബാറത്തുണ്ട്, മനിത്തഖദ ഖാതമൻ ഫസ്ഹു യാഖൂതുൻ നൂഫിയ അൻഹു
യാക്കൂത്ത് ധരിച്ചാൽ യാക്കൂത്ത് കല്ല് നല്ല കല്ലാണ് പുജാക്കളെ, അത് ധരിച്ചാൽ ഫഖർ ഉണ്ടാവില്ല. അതുകൊണ്ട് ഞാൻ യാക്കൂത്ത ധരിക്കുന്നുണ്ട്. ഉപ്പ ഒരു കല്ലുണ്ട്, യാക്കൂത്താണ് അധികവും ഞാൻ കയ്യിൽ കണ്ടത്. അന്ന് മുതൽ പിന്നെ ഞാൻ യാക്കൂത്ത് ധരിക്കാൻ തുടങ്ങി. ഇങ്ങനെ ഏത് സമയത്തും യാത്രയിലും ഇരിക്കുമ്പോഴും സംസാരിക്കുമ്പോഴും ഇൽമ അവിടുത്തെ വായി മറ്റു ആൾക്കാരെ പറയുന്നതിനേക്കാളും അപ്പുറത്ത് സാധാരണക്കാർക്കും ആലിമീങ്ങൾക്കും മഹാനവരകളെ കുറിച്ച് പറയാനും അവിടുത്തെ മുഖത്തെ പുഞ്ചിരിയും അവിടുത്തെ സംസാരവും അവിടുന്ന് ചെയ്യുന്ന നസീഹത്തും അത് വേറൊരു കണ്ടീഷനാണ്, അത് വേറൊരു ലെവലാണ്. നമ്മളെ കാണുന്നത് പോലെ സാധാരണ അങ്ങനെ മറ്റുള്ളവരിൽ നിന്ന് വ്യതിരിക്തമായ ഒരു പ്രത്യേക ശൈലിയാണ് മഹാനവരകൾ. ഖൽബിൽ നിന്ന് ഹൃദയത്തിൽ നിന്ന് ഹൃദയത്തിലേക്ക്. ഇന്ന് പ്രഭാഷകന്മാർ 10,000 ഉണ്ടായാലേ വരും, അല്ലെങ്കിൽ 10,000 വായിച്ചുണ്ടെങ്കിലേ പ്രസംഗിക്കൂ എന്ന് പറയുന്ന ഒരു കാലഘട്ടത്ത് ഇവിടുന്ന് കിങ്ഫിഷർ എന്ന് പറയുന്ന ഫ്ലൈറ്റ് ഉണ്ടായിരുന്നു മംഗലാപുരത്ത്. ഇപ്പൊ അതില്ലാന്നാ എനിക്ക് തോന്നുന്നത്. അതിൽ അടുത്തടുത്ത് വാപ്പിപ്പാന്റെ കൂടെ ഞാൻ ബോംബെയിൽ പോവായിരുന്നു, അവിടെ സ്വലാത്തിന് മറ്റൊക്കെ പോകാൻ വേണ്ടി. അങ്ങനെ ഒരിക്കൽ അവിടെ പോയപ്പോൾ ഒരു റൂമിലെ ഒരു 10-11 ആള് മാത്രമാണ് 1.5 മണിക്കൂർ നസീഹത്ത് ചെയ്തു. എന്നിട്ട് എന്നോട് പറഞ്ഞു, എനിക്ക് ഇങ്ങനത്തെ മജ്‌ലിസ് ഇഷ്ടം. 1000 കൂടിയിട്ട് വായന്ന് പറഞ്ഞാൽ ഒരാൾക്കും നടപ്പുണ്ടാവില്ല, കാരണം ദൂരത്തിലും തിരിയും ചെയ്യില്ല. അതുകൊണ്ട് നിങ്ങൾ ഗൾഫിൽ പോയാൽ വലിയ വലിയ മജ്‌ലിസ് ആക്കുന്നതിന് പകരം ചെറിയ ചെറിയ റൂമിൽ 10 ആള് 15 ആള് 20 ആള് ഒരുമിച്ച് കൂട്ടിയിട്ട് അവർക്ക് നല്ല നസീഹത്ത് കൊടുക്കണം. അത് ജനങ്ങൾക്ക് ഉപകാരപ്പെടും. എനിക്ക് ചെയ്തൊരു നസീഹത്താണ് ഇതാണ്. നമ്മൾ അംഗീകരിക്കും. നമ്മൾ 10,000 വേണ്ട 2 കസേര പറഞ്ഞ പ്രസംഗം നിർത്തൂലേ? 10,000 വാർഷിക അപ്പുറത്ത് പ്രസംഗം പ്രസംഗിക്കാൻ നിൽക്കോ? ഇങ്ങനെ ഹൈറ് മാത്രം ജനങ്ങൾക്ക് ഉപകാരപ്പെടണം, അത് കിട്ടണം എന്ന നീയത്ത് വെച്ചുകൊണ്ട് ജീവിക്കുകയും ആ നിലക്ക് ദിവസം നടത്തുകയും. ഈ ഭാഗത്തൊക്കെ പരിപാടിക്ക് പോകുമ്പോൾ എവിടെ ചെന്നാലും ചില ആൾക്കാരെ പരിചയപ്പെട്ട പറയും, ഞാൻ തങ്ങളുടെ ഉസ്താദിന്റെ ദിവസം ഓതിയാളാണ്. എത്ര അലിബികൾ അറിയും, ഓരോ അലിബികളും. അതെല്ലാം അടിച്ചു കൊടുക്കുമാറാവട്ടെ. അവിടുത്തെ പ്രിയപ്പെട്ട ഭാര്യ അങ്ങനെല്ലാം ഉമ്മ, അവർക്കും അല്ലാഹു നല്ല ഹിമ്മത്തും ആഫിയത്തും അല്ലാഹു പ്രദാനം ചെയ്യട്ടെ. അവിടുത്തെ ഉമ്മ കടലുണ്ട്, തറവാട്ടിൽ യുദ്ധമുണ്ട്, അല്ലാഹു ആഫിയത്തും ദീർഘായുസ്സും അല്ലാഹു നൽകട്ടെ. അവിടുത്തെ കുടുംബത്തിനും മക്കൾക്കും സഹോദരങ്ങൾക്കും സഹോദരികൾക്കും എല്ലാത്തിനും അവരുടെ ശിഷ്യന്മാർക്കും ഈ സ്ഥാപനം കൊണ്ടു നടക്കുന്നവർക്കും പ്രിയപ്പെട്ട മകൻ ഷഹീദ് തങ്ങൾ ഇപ്പോൾ വിശുദ്ധമായ ഹജ്ജ് കർമ്മത്തിലാണ്. തൊട്ടടുത്ത ദിവസം അവർ നാട്ടിലേക്ക് വരുന്നവർ കബൂൽ ചെയ്തു തിരിച്ചു വന്ന് സന്തോഷത്തോടെ കാര്യങ്ങൾക്ക് നേതൃത്വം നൽകാൻ അല്ലാഹു തൗഫീഖ് നൽകുമാറാവട്ടെ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി